PSC ബുള്ളറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നതൊക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ടതുള്ളതും ആ റിലേറ്റഡ് ഫാക്ട്സും PSC പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഇത് 7ാമത്തെ ചോദ്യമാണ്. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ടോപ്പിക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. 7ാമത്തെ ചോദ്യം, ജീവകം കെയുടെ രാസനാമം ഏത്? ഓപ്ഷൻ എ എർഗോ കാൽസിഫറോൾ, ഓപ്ഷൻ ബി അസ്കോർബിക് ആസിഡ്, ഓപ്ഷൻ സി റെറ്റിനോൾ, ഓപ്ഷൻ ഡി ഫില്ലോക്വിനോൺ. ഉത്തരം ഫില്ലോക്വിനോൺ ആണ്. വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിം ഫില്ലോക്വിനോൺ ആണ്. ജീവകം കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നും കൂടെ പറയുകയാണ്, പഠിക്കണം. നമുക്ക് കുറച്ച് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. വിറ്റാമിനുകൾ കണ്ടുപിടിച്ചത് കാസിമിർ ഫങ്ക്. സെക്രട്ടറി ടെസ്റ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. 2015 13 ഓർക്കുന്നില്ല. സെക്രട്ടറി ടെസ്റ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. വിറ്റാമിനുകൾ കണ്ടുപിടിച്ചത് കാസിമിർ ഫങ്ക്. ഇനി കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകം, അത് വിറ്റാമിനുകളാണ്. കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകം വിറ്റാമിനുകൾ. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകം ഏത്? ജീവകം സി. പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ള PSC പല പരീക്ഷകൾക്കും. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകം സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം, അതും ജീവകം സി ആണ്. ജീവകം B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. ഈ ബെറിബറി നാഡീവ്യവസ്ഥയാണ് ബാധിക്കുന്നത്. രക്തം ശരിയായ സമയത്ത് കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ കെ ആണ്. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ADEK. അടക്കെന്ന് പഠിച്ചാൽ മതി. ADEK അടക്ക്. ഇനി ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് BC. ഇത് തന്നിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളല്ലാത്ത ഏത് എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏത്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം BC എളുപ്പമാണ് ഓർത്തിരിക്കാൻ. BC ആണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അടക്ക്, ADEK. നമുക്ക് അതൊന്നും കൂടെ നമുക്ക് നോക്കാം. ജീവകം കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. ഇനി വിറ്റാമിനുകൾ കണ്ടുപിടിച്ചത് കാസിമിർ ഫങ്ക്. കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകം വിറ്റാമിനുകളാണ്. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകം സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം സി. ജീവകം B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. അത് നാഡീവ്യവസ്ഥയാണ് ബാധിക്കുന്നത്. രക്തം ശരിയായ സമയത്ത് കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ADEK അടക്ക്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് BC. ഇനി നമുക്ക് രാസനാമങ്ങൾ പഠിക്കാം. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാസനാമങ്ങൾ: വൈറ്റമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. വൈറ്റമിൻ സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. വൈറ്റമിൻ ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ. അപ്പം വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ, വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ ഡിയുടേത് കാൽസിഫെറോൾ, വൈറ്റമിൻ ഇയുടേത് ടോക്കോഫെറോൾ. നല്ലൊരു ഫിഗറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ പറയുന്നവയിൽ സെയ്ത് വിളക്കിയ ഉദാഹരണം ഏത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. A നെല്ല്, B റാഗി, C ചോളം, D തണ്ണിമത്തൻ. ഉത്തരം തണ്ണിമത്തനാണ്. എന്താണ് ഈ സെയ്ത് വിളകൾ? ഇത് നോക്കാം. ഇന്ത്യയിലെ 3 പ്രധാന വിളവെടുപ്പ് കാലങ്ങളാണ് ഖാരിഫ് വിളവെടുപ്പ്, റാബി, സെയ്ത്. ഈ വേനൽക്കാല വിളരീതിയാണ് സെയ്ത് വിളകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ SCERT ടെക്സ്റ്റിൽ കിടപ്പുള്ളതാണ്. വേനൽക്കാല വിളരീതിയാണ് സെയ്ത് വിളകൾ. മാർച്ച് ജൂൺ കാലയളവിലാണ് സെയ്ത് വിളക്കാലം. മാർച്ച് ജൂൺ കാലയളവിലാണ് സെയ്ത് വിളക്കാലം. ഇനി പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവ പ്രധാന സെയ്ത് വിളകളാണ്. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവ പ്രധാന സെയ്ത് വിളകളാണ്. ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇത് വിളവെടുക്കുന്നത്. ഖാരിഫ് വിളകൾ. ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിളകൾ. അപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇന്ത്യയിലെ 3 പ്രധാന വിളവെടുപ്പ് കാലങ്ങൾ ഖാരിഫ്, റാബി, സെയ്ത്.
വേനൽക്കാല വിള രീതിയാണ് സെയ്ത് വിളകൾ. മാർച്ച് ജൂൺ കാലയളവിലാണ് സെയ്ത് വിളക്കാലം. തണ്ണിമത്തനൊക്കെ നമുക്കറിയാമല്ലേ, ഈ വേനൽക്കാലത്താണ് നമുക്ക് കിട്ടുന്നത്. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവ പ്രധാന സെയ്ത് വിളകളാണ്. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവ പ്രധാന സെയ്ത് വിളകളാണ്. ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിളകൾ. ഓർത്ത് വെച്ചോണം, ജൂലൈ മാസത്തിലാണ് അതിൻ്റെ കൃഷി. അത് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വിളവെടുക്കുന്നത്. ഇനി പ്രധാന ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതാണ്. നെല്ല്, ചോളം, പരുത്തി, എള്ള്, കരിമ്പ്, സോയാബീൻ, ബജറ, ജോവർ, നിലക്കടല, ഇതൊക്കെയാണ് പ്രധാന ഖാരിഫ് വിളകൾ. ഇത് മൺസൂൺ വിളകളെന്ന് അറിയപ്പെടുന്നു. ഇത് ഓർത്തിരിക്കാൻ ഒരു കോഡ് പറയാം. പനിച്ച എനക്ക് ചോറും ബജിയും. അതായത് പനിച്ചട പരുത്തി, നീ നിലക്കടല, പനി നില പറഞ്ഞ പനിച്ച എനക്ക് എള്ള്, എനക്ക് നെല്ല്, എനക്കെന്ന് പറയുന്ന കായില്ല, അത് കരിമ്പ്. പിന്നെ ചോറ് ബജി എന്ന് പറയില്ല, ചോറിൻ്റെ ചോളം, ചോറും ബജിയും. ബജറ എന്ന് ഉദ്ദേശിക്കണം. ചോറും ബജിയും. പിന്നെ ജോവർ. അതൊന്ന് ഓർത്തിരിക്കണം, ഞാൻ അത് എഴുതി കാണിക്കാം പിന്നീട്. പ്രധാന ഖാരിഫ് വിളകൾ നെല്ല്, ചോളം, പരുത്തി, എള്ള്, കരിമ്പ്, സോയാബീൻ, ബജറ, ജോവർ, നിലക്കടല. ഇത് മൺസൂൺ വിളകളെന്ന് അറിയപ്പെടുന്നു. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി രീതിയാണ് റാബി വിളകൾ. ഈ റാബിയുടെ കൃഷി എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഒക്ടോബർ ഡിസംബർ മാസങ്ങളാണ്. ഒക്ടോബർ-ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ-മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നവയാണ് റാബി വിളകൾ. ഒക്ടോബർ-ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ-മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നവയാണ് റാബി വിളകൾ. ഇതിന് ശൈത്യകാല വിളകളെന്നും പറയപ്പെടുന്നുണ്ട്. പ്രധാന റാബി വിളകളാണ് ഗോതമ്പ്, ബാർലി, കടുക്, പയർവർഗ്ഗങ്ങൾ. പ്രധാന റാബി വിളകൾ ഗോതമ്പ്, ബാർലി, കടുക്, പയർവർഗ്ഗങ്ങൾ. അപ്പം മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി രീതിയാണ് റാബി. ഒക്ടോബർ-ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ-മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നവയാണ് റാബി വിളകൾ. ഇതിന് ശൈത്യകാല വിളകളെന്നും പറയുന്നുണ്ട്. പ്രധാന റാബി വിളകൾ ഗോതമ്പ്, ബാർലി, കടുക്, പയർവർഗ്ഗങ്ങൾ. ഇതൊക്കെയാണ് പ്രധാന റാബി വിളകൾ. നെല്ല് ഖാരിഫ് വിളയാണ്, അത് ഓർക്കണേ. ഇനി ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ എ, എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം. ഓപ്ഷൻ ബി, 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം. ഓപ്ഷൻ സി, പ്രൈമറി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം. ഓപ്ഷൻ ഡി, സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വിദ്യാഭ്യാസം. ഉത്തരം 14 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് ഇതിൻ്റെ ഉത്തരം. അപ്പം ഡിലീറ്റ് ചെയ്ത് കാണും, നിർബന്ധിതം എന്നുള്ള ഇല്ലല്ലോ ഓപ്ഷനിൽ. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതപരമായ വിദ്യാഭ്യാസമാണ്. അത് ഓർമ്മ വേണം. വിദ്യാഭ്യാസത്തെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷം 1976 42ാം ഭേദഗതിയിലൂടെയാണ്. 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം അവരുടെ മൗലിക അവകാശമാക്കി മാറ്റി ഭരണഘടനയുടെ 21A എന്ന വകുപ്പിൽ ഉൾപ്പെടുത്തി. ആ പ്രായം 6 to 14 വയസ്സെന്ന് എടുത്ത് PSC ചോദിച്ചിട്ടുണ്ട്. 2002 ആ ഭേദഗതി, 86ാം ഭരണഘടനാ ഭേദഗതി ഏത് വർഷമായിരുന്നു ചോദിച്ചിട്ടുണ്ട്. 2002. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം അവരുടെ മൗലിക അവകാശമാക്കി മാറ്റിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏത് വകുപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ള 21A അതും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ 5 ചോദ്യം മാറി PSC ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും നോക്കി വെക്കുക. LDCക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലെ എക്സാമിന് ഉറപ്പാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന് 2010 ഏപ്രിൽ 1 ചോദിച്ചിട്ടുള്ളതാണ്. ഡിഗ്രി ലെവലിനും LDക്കും LGSനും ചോദിച്ചിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. വർഷം, മാസം, തീയതി അതുപോലെ തന്നെ പഠിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1946.
വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം 1946. ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിൻ്റെ വിശദാംശങ്ങൾക്ക് രൂപം നൽകാനായി ഇന്ത്യ സന്ദർശിച്ച 3-അംഗ ദൗത്യ സംഘമാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളായിരുന്നത് പെർസിവിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ് എന്നിവരായിരുന്നു. ഒന്നുകൂടെ പറയാം, ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെർസിവിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷൻ്റെ അധ്യക്ഷനായിരുന്ന പെർസിവിക് ലോറൻസ് ആയിരുന്നു. ഈ മിഷനെ നയിച്ചത് പെർസിവിക് ലോറൻസ് ആയിരുന്നു. അത് പ്രത്യേകം PSC ചോദിച്ചിട്ടുള്ളതാണ്. ക്യാബിനറ്റ് മിഷൻ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അത് 1946 ഡിസംബർ 6. 2 ചോദ്യം ഇതിൽ നിന്ന് PSC മാറി ചോദിച്ചിട്ടുള്ളതാണ്. ഏത് കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് എന്നുള്ള ചോദ്യം. അത് ആ തീയതി, വർഷം, മാസം, തീയതി അടക്കം ചോദിച്ചിട്ടുണ്ട്. 1946 ഡിസംബർ 6. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നെന്ന് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം വേവൽ പ്രഭുവാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് അതും ചോദിച്ചിട്ടുണ്ട്, ക്ലെമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. മുൻവർഷ ചോദ്യങ്ങൾ PSC ബുള്ളറ്റിനിൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുമായിട്ടുള്ള വേറൊരു എഡിഷനിൽ വന്നതാണേ ഇതിനു മുമ്പത്തെ. ഇതും പഠിക്കണം. എല്ലാ ചോദ്യങ്ങളും ഞാൻ പല ക്വസ്റ്റ്യനിലും കണ്ടുള്ളത്. അത് LDC ഉണ്ട്, LGS ഉണ്ട്, ഡിഗ്രി ലെവൽ എക്സാം ഉണ്ട്, പിന്നെ ടെക്നിക്കൽ എക്സാം ഉണ്ട്. ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് പറയുന്നതൊന്നും മുൻവർഷ ചോദ്യങ്ങളല്ലാതെ ഇല്ല. ഇത് മൊത്തം പഠിച്ചാൽ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. ഞാനിതെല്ലാം വായിക്കുകയാണ്. നിങ്ങൾ ഇതിന് നോട്ട് ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തേക്കാവേ. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും വിടരുത്. ഈ PSC ബുള്ളറ്റിൻ ഇല്ലാത്തവർ അത് വാങ്ങുമൊന്നും വേണ്ട. ഇത് ഞാൻ എല്ലാ എഡിഷനും മേടിച്ച് ചാനലിൽ അപ്ലോഡ് ചെയ്തോളാം. അതിൻ്റെ നോട്ട് ഞാൻ ടെലിഗ്രാമിലും അപ്ലോഡ് ചെയ്തോളാം. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ക്യാഷ് ഒന്നും കളയണ്ട. നമുക്ക് ഒന്നാമത്തത്, ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ്. ഗിർ നാഷണൽ പാർക്ക് ഓപ്ഷൻ A ആസാം, B കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഗുജറാത്തിലാണ്. നമുക്ക് ഈ ഓരോ ഓപ്ഷനും എടുത്ത് പഠിക്കാം. ഇനി കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ഗാങ്ടോക്കിലാണ്. ഈ ഗാങ്ടോക്ക് എവിടെയാണ്? സിക്കിമിൽ. മനാസ് കടുവ സങ്കേതം എവിടെയാണ്? മനാസ് കടുവ സങ്കേതം ആസാമിൽ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണേ. അതാണ്, ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാത്തതില്ല. സുന്ദർബൻസ് വന്യജീവി സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? അത് വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് പലവണ ചോദിച്ചിട്ടുള്ളതാണ്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? പൂനെയിലാണ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് തെറ്റിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യനാണ്, നമ്മളൊരു മാർക്ക് കളയാൻ വേണ്ടി. ന്യൂഡൽഹിയൊക്കെ കൊടുക്കും ഓപ്ഷനിൽ. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് വണ്ടൂർ, ആൻഡമാൻ ദ്വീപുകളിലാണ്, ആൻഡമാൻ ഐലൻഡ്സിലാണ്. ദേശീയോദ്യാനം ഇല്ലാത്ത ഒരു സംസ്ഥാനം അത് പഞ്ചാബാണ്. ദേശീയോദ്യാനം ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. ഈ ഗിർ നാഷണൽ പാർക്കിലാണ് ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം. നമുക്ക് ഒന്നും കൂടെ നോക്കാവേ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഇപ്പം തന്നെ പഠിച്ചു പോവാം. ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? അത് ഗുജറാത്തിൽ. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ഗാങ്ടോക്ക്, സിക്കിം. മനാസ് കടുവാ സങ്കേതം ആസാമിൽ. സുന്ദർബൻസ് വന്യജീവി സംരക്ഷണ കേന്ദ്രം അത് പശ്ചിമ ബംഗാളിൽ. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് പൂനെയിൽ. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് വണ്ടൂർ, ആൻഡമാൻ ദ്വീപുകളിൽ. ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം അത് ഗീർ നാഷണൽ പാർക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം അത് ചോദിച്ചിട്ടുള്ളതാണ് മധ്യപ്രദേശ്. പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാം ചോദിച്ചിട്ടുള്ളതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ മധ്യപ്രദേശും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാറുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് എവിടെയാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഹെമിസ് നാഷണൽ പാർക്കാണ്, അത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. നമുക്ക് ഇപ്പം പറഞ്ഞ ഒന്നും കൂടെ പറയാം, ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോണേ. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഗീർ നാഷണൽ പാർക്ക്, ഗുജറാത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്.
ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഹെമിസ് നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കാശ്മീർ. ഇത്രയും ക്ലിയർ ആണേ, പഠിക്കണേ, ആ ഒരു ചോദ്യം പോലും വിടരുത് കേട്ടോ. പാർലമെൻറ്റിൻ്റെ അധോസഭ എന്ന് പറയുന്നത് ലോക്സഭയാണ്. പാർലമെൻറ്റിൻ്റെ അധോസഭ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇനി പറയുന്നില്ല, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. പാർലമെൻറ്റിൻ്റെ അധോസഭ ലോക്സഭ. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ്, ഇത് എല്ലാം ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അവറാണ്. ക്വസ്റ്റ്യൻ അവർ. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. പാർലമെൻറ്റിൻ്റെ അധോസഭ എന്ന് പറയുന്നത് ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ ക്വസ്റ്റ്യൻ അവർ. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ നിയന്ത്രണാധികാരി ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ നിയന്ത്രണാധികാരി ആരാണ്? പറഞ്ഞത് തെറ്റിപ്പോയി. ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ നിയന്ത്രണാധികാരിയാണ്. നിയന്ത്രണാധികാരി ലോക്സഭാ സ്പീക്കർ. ലോക്സഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തി എം.എൻ. കൗൾ. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി എം.എൻ. കൗൾ. പാർലമെൻറ്റിൻ്റെ ഉപരിസഭ രാജ്യസഭ. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പാണ്. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പ്. പാർലമെൻറ്റിൻ്റെ അധോസഭ ലോക്സഭയും ഉപരിസഭ രാജ്യസഭയുമാണ്. ഇത് മാറിപ്പോരുത്, മാറ്റി നമ്മൾ മാർക്ക് കളയാൻ വേണ്ടി ചോദ്യം ഇടുന്നവർ ശ്രമിക്കും. തെറ്റിപ്പോരുത്. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ഓർത്തോണം, ചുവപ്പ്. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. രാജ്യസഭയുടെ 6, റെഡ് 6 എളുപ്പമല്ലേ. റെഡ് രാജ്യസഭ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത എന്ന് പറയുന്നത് രുക്മിണി ദേവി അരുണ്ടേലാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത രുക്മിണി ദേവി അരുണ്ടേൽ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി എസ്.എൻ. മുഖർജിയാണ്. ഇങ്ങനെ ഇപ്പം ഒരു ചോദ്യം വരികയാണ്, രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തി. എസ്.എൻ. മുഖർജി ഓപ്ഷനിൽ കാണും, എം.എൻ. കൗൾ ഓപ്ഷനിൽ കാണും. എം.എൻ. കൗൾ എന്ന് പറയുന്നത് ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യത്തെ വ്യക്തിയാണ്. ഒന്നും കൂടെ നോക്കാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോകും. ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ ക്വസ്റ്റ്യൻ അവർ. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ നിയന്ത്രണ അധികാരി ലോക്സഭാ സ്പീക്കർ. ലോക്സഭയുടെ പരവതാനിയുടെ നിറം പച്ച. ലോക്സഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി എം.എൻ. കൗൾ. പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്ന് പറയുന്നത് രാജ്യസഭയാണ്. രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ചുവപ്പ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ദേവി അരുണ്ടേൽ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വ്യക്തി എസ്.എൻ. മുഖർജി. അടുത്തത് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം. 2 പേരാണ് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർ. നമ്മളെ തെറ്റിക്കാനായിട്ട് A12 കൊടുത്തിട്ടുണ്ട്, അത് മനഃപൂർവ്വം ഇടുന്നതാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണമാണ് 12. നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാവേ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരാണ് 12 പേര്. കേരളത്തിൽ നിന്ന് എത്ര രാജ്യസഭാംഗങ്ങളുണ്ട്? 9. കേരളത്തിൽ നിന്ന് എത്ര രാജ്യസഭാംഗങ്ങളുണ്ട്? 9. തെറ്റിപ്പോരുത്. ഞാനിത് പഠിക്കുമ്പോൾ ഞാൻ ഓർത്തിരിക്കുന്നത് കേരളയുടെ സ്പെല്ലിംഗ് എടുക്കും, എത്ര എണ്ണം ഉണ്ടെന്ന്. KERAL, കേരള 6. ഈ 6ൻ്റെ പകുതിയല്ല 3, അതും കൂടെ അങ്ങോട്ട് കൂട്ടും. ഇങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്, തെറ്റിപ്പോകാതിരിക്കാൻ. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങൾ 9. പിന്നെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരും ലോക്സഭയിലേക്ക് ഉള്ള മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഓർത്തിരിക്കാറുണ്ട്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 12 പേര്, അത് കല, സാഹിത്യം ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നാണല്ലോ 12 പേര്. അത് ഓർത്തിരിക്കുന്നത് രാജ്യസഭയിലേക്ക് നേരിട്ട് ഇലക്ഷൻ നടക്കത്തില്ല. നേരിട്ട് ഇലക്ഷൻ നടക്കാത്തതിന് അവിടെയാണ് ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. ലോക്സഭയിലാണല്ലോ നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. തെറ്റിപ്പോകുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറ്റുമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 20. ഭരണഘടനയുടെ 80-ാം വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്. ഭരണഘടനയുടെ എത്രാം വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്? 80-ാം വകുപ്പ് അനുസരിച്ച്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3.
വർഷം, മാസം, തീയതി അടക്കം പഠിക്കണം. രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? ഇല്ല, രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. പക്ഷേ രാജ്യസഭ അംഗത്തിന് കാലാവധിയുണ്ട്. ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 രാജ്യസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30. പലരും തെറ്റിക്കാറുണ്ട്. രാജ്യസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 35 ഓപ്ഷനിൽ കാണും, കയറി 35 കുത്തും. രാജ്യസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റിയിൽ ഇതൊരു ക്യൂസായിട്ട് ഇട്ടത്. രാജ്യസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. 35 ഞാൻ ഓപ്ഷനിൽ ഇട്ടായിരുന്നു. അപ്പോൾ പലരും 35 കുത്തി. പക്ഷേ ഇതിങ്ങനെ ക്യൂസ് അടിച്ചത് തെറ്റുന്നവർ പിന്നെ തെറ്റിക്കത്തില്ല. 30 എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കും. അതിനുവേണ്ടിയാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ തപ്പിയെടുത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നത് ക്വിസായിട്ട്. ഭരണഘടനയുടെ 81 വകുപ്പ് അനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായത്. ഭരണഘടനയുടെ 81 വകുപ്പ് അനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായത്. ഇത്രയും ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം 2. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർ 12. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങൾ 9. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭാംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 20. ഭരണഘടനയുടെ 80 വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. രാജ്യസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സ്. ഭരണഘടനയുടെ 83 വകുപ്പ് അനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായത്. ഇനി നമുക്ക് തീർന്നില്ല. ഇനി ലോക്സഭ നിലവിൽ വന്നത് പഠിക്കണം. 1952 ഏപ്രിൽ 17. ലോക്സഭ നിലവിൽ വന്നത് 1982 ഏപ്രിൽ 17. ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് 552. ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ 552. ലോക്സഭയുടെയും ലോക്സഭാ അംഗത്തിൻ്റെയും കാലാവധി 5 വർഷമാണ്. ലോക്സഭയുടെയും ലോക്സഭാ അംഗത്തിൻ്റെയും കാലാവധി 5 വർഷം. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 6 വർഷം. ലോക്സഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. രാജ്യസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്ര? 30 വയസ്സ്. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോരുത്. ലോക്സഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17. ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ 552. ലോക്സഭാ അംഗത്തിൻ്റെയും കാലാവധി 5 വർഷം. ലോക്സഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം. ഓപ്ഷൻ എ മൊണ്ടേഗു ചെംസ്ഫോർഡ്, ഓപ്ഷൻ ബി മിൻറ്റോ മോർലി, ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഓപ്ഷൻ ഡി ഇന്ത്യൻ കൗൺസിൽ. അല്ല, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. മിൻറ്റോ മോർലി ആക്ട്. ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം മിൻറ്റോ മോർലിയാണ്. ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട് ഒരു വലിയ ടോപ്പിക്കാണ്. അത് സമയമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഞാൻ ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയൊക്കെ നടന്നിട്ടുള്ളത്, റൗലറ്റ് ആക്റ്റും. നമുക്കിപ്പോൾ ഈ മിൻറ്റോ മോർലി ആക്ട്, ഇതാണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം മിൻറ്റോ മോർലി ഭരണപരിഷ്കാരമാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1909 പാസ്സാക്കിയ ഇന്ത്യൻ കൗൺസിൽ ആക്റ്റാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. 1909 പാസ്സാക്കിയ ഇന്ത്യൻ കൗൺസിൽ ആക്റ്റാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. ഈ നിയമം വഴി എന്തായിരുന്നു? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെയും ഇന്ത്യ കൗൺസിലിൽ 2 ഇന്ത്യക്കാരെയും നിയമിക്കപ്പെട്ടു. അത് ഭയങ്കര വലിയൊരു ടോപ്പിക്കാണ് മിൻറ്റോ മോർലി. അത്ര ഡീറ്റെയിലുകളൊന്നും PSCക്ക് പഠിക്കണ്ട. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. സ്പെക്ട്രം പബ്ലിക്കേഷൻസിലുണ്ട് ഇതിനെപ്പറ്റി. രാജീവ് വാഹറിൻ്റെ ബുക്കാണ് അത്. KS നമ്മുടെ സിവിൽ സർവീസൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്. നമുക്കിത് ഷോർട്ടായിട്ട് പഠിക്കാം. ആർക്കെങ്കിലും വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഇതിൻ്റെ ടോപ്പിക്ക് ഫുള്ളായിട്ട് എടുത്ത് തരാം. എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കുണ്ട്. 1909 പാസ്സാക്കിയ ഇന്ത്യൻ കൗൺസിൽ ആക്റ്റാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. ഈ നിയമം വഴി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെയും ഇന്ത്യ കൗൺസിലിൽ 2 ഇന്ത്യക്കാരെ നിയമിക്കപ്പെട്ടു. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെട്ടത്. ഇതിൽ ചെംസ്ഫോർഡാണ് വൈസ്രോയ്. എഡ്വിൻ മൊണ്ടേഗാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 വരുമ്പോൾ ഇതിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കി. ദ്വിഭരണം നടപ്പിലാക്കുകയായിട്ട് ബന്ധപ്പെട്ടുള്ള ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ്
1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെട്ടത്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി 1919 റൗലറ്റ് നിയമമാണ് കരി നിയമം എന്നറിയപ്പെട്ടത്. ഇതിൻ്റെ മറ്റൊരു പേരും ഇതിന് ഔദ്യോഗികമായി അറിയപ്പെട്ടിരുന്നതാണ് ദ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്, റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു അറിയോ? വിചാരണ കൂടാതെ ഏതൊരാളെയും തടവിൽ വെക്കാൻ പോലീസിന് അധികാരം നൽകുന്ന നിയമമായിരുന്നു. ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് നടന്നത്. ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ സത്യപാൽ, സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്തതിനായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു. അങ്ങനെയാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയൊക്കെ നടന്നത്. ഇനി 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ആൻ ആക്ട് ഫോർ ബെറ്റർ ഗവർണൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. ആൻ ആക്ട് ഫോർ ബെറ്റർ ഗവർണൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആക്റ്റാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന നിയമമാണിത്. കുറേ കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇന്ത്യ ഭരണം കടമെടുത്തിട്ടുണ്ട്. ഇനി ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ഏതാ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ജൂലൈ 18 പാസ്സാക്കിയത്. 1947 ജൂലൈ 18 പാസ്സാക്കിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നെങ്ങനെ എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15. ഇത്രയും കാര്യങ്ങൾ ഒന്നുപോലും വിടാതെ പഠിക്കണം. ഒന്നും കൂടെ ഞാൻ വായിക്കാം. ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. 1909 പാസ്സാക്കിയ ഇന്ത്യൻ കൗൺസിൽ ആക്റ്റാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. ഈ നിയമം വഴി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെയും ഇന്ത്യ കൗൺസിലിൽ 2 ഇന്ത്യക്കാരെയും നിയമിക്കപ്പെട്ടു. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. ഇതിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കി. 1919 റൗലറ്റ് നിയമമാണ് കരി നിയമം എന്നറിയപ്പെട്ടത്. ദ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ് റൗലറ്റ് ആക്ട് ഔദ്യോഗികമായി അറിയപ്പെട്ടത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ആൻ ആക്ട് ഫോർ ബെറ്റർ ഗവർണൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന നിയമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. 1947 ജൂലൈ 18 പാസ്സാക്കിയ നിയമം 1947 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ഡൽഹി, ബി മുംബൈ, സി കൊൽക്കത്ത, ഡി ബാംഗ്ലൂർ. ഉത്തരം മുംബൈ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതെന്നാണ്. ഇത് വർഷം, മാസം, തീയതി അടക്കം പഠിക്കണം. പറയുന്നതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സി ഡി ദേശ്മുഖ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖ്. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? അത് ശക്തികാന്ത ദാസ് ആണ്. എത്രാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്? 25ാമത്തെ റിസർവ് ഗവർണറാണ് ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയിലെ നരിമാൻ പോയിൻ്റ് ആണ്. ഇനി ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് എന്നാണെന്നുള്ളത് 1949 ജനുവരി 1 അതും ചോദിച്ചിട്ടുള്ളതാണ്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത്. ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്കാണിത്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ട ആദ്യ ബാങ്കാണിത്. മുംബൈയിലെ നരിമാൻ പോയിൻ്റാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഏത് ബാങ്കാണ്? റിസർവ് ബാങ്കാണ്. ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. IMFൽ ഇന്ത്യയിൽ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണ്. അത് ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാം ചോദിച്ചിട്ടുള്ള ഈ പറയുന്നതെല്ലാം ചോദിച്ചിട്ടുള്ള ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് ഇതെല്ലാം പഠിക്കണം. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണ്.
ഇന്ത്യയിൽ 1 രൂപ നോട്ടുകൾ ഒഴികെയുള്ള നോട്ടുകൾ പുറത്തിറക്കുന്നത് റിസർവ് ബാങ്കാണ്. 1 രൂപ നോട്ട് ഒഴികെയുള്ള ഇന്ത്യൻ കറൻസികളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. അപ്പോൾ 1 രൂപയിൽ ഒപ്പിടുന്ന ആരാ? അത് ധനകാര്യ സെക്രട്ടറിയാണ്. ഇന്ത്യയിലെ 1 രൂപ നോട്ടുകൾ ഒഴികെയുള്ള നോട്ടുകൾ പുറത്തിറക്കുന്നത് റിസർവ് ബാങ്കാണ്. 1 രൂപ നോട്ട് ഒഴികെയുള്ള ഇന്ത്യൻ കറൻസികളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. 1 രൂപ നോട്ട് ഒഴികെയുള്ള ഇന്ത്യൻ കറൻസികളിൽ ഒപ്പിടുന്ന റിസർവ് ബാങ്ക് ഗവർണറും 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ധനകാര്യ മന്ത്രാലയവും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ഈ 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. കൂറുമാറ്റ നിരോധന നിയമം അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടന ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക 10ാം പട്ടികയാണ്. കൂറുമാറ്റ നിരോധന നിയമം അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ പട്ടിക 10ാം പട്ടികയാണ്. കൂറുമാറ്റ നിരോധന നിയമം മൂലം അയോഗ്യനാക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ലോക്സഭാ അംഗം ലാൽ ദുഹോമ 1988 മിസോറാമിൽ എന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു അദ്ദേഹം. കൂറുമാറ്റ നിരോധന നിയമം മൂലം ആദ്യ അയോഗ്യനാക്കപ്പെട്ട MLA അത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്, ആർ ബാലകൃഷ്ണപിള്ള. 1985 52ാം ഭേദഗതി നിയമപ്രകാരം ഉൾക്കൊള്ളിച്ചതാണ് കൂറുമാറ്റ നിരോധന നിയമം. 1985 52ാം ഭേദഗതി നിയമപ്രകാരം ഉൾക്കൊള്ളിച്ചതാണ് കൂറുമാറ്റ നിരോധന നിയമം. 1950 ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 വകുപ്പും 8 പട്ടികയും 22 ഭാഗവും ഉണ്ടായിരുന്നു. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 448 വകുപ്പുണ്ട്. 4 പിന്നൊരു 4 പിന്നെ 4ൻ്റെ ഇരട്ടി 8 448 വകുപ്പ്, 12 പട്ടികയുണ്ട്, 25 ഭാഗമുണ്ട് എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1ാം പട്ടികയിൽ എന്താ പറഞ്ഞത്? ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായുള്ള സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട് 1ാം പട്ടിക ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായുള്ള സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നു. 2ാം പട്ടികയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ, മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെപ്പറ്റിയാണ് പരാമർശം. 3ാം പട്ടികയിൽ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പരാമർശിക്കുന്നു. 4ാം പട്ടികയിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനുള്ള രാജ്യസഭാ സീറ്റുകളുടെ വിഭജനത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. 5ാം പട്ടിക പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളുടെ ഭരണവും നിയന്ത്രണവും. 6ാം പട്ടിക അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ചുള്ളവയാണ്. 7ാം പട്ടികയിൽ 3 ലിസ്റ്റാണ്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവ ഉൾപ്പെടുന്നു. 8ാം പട്ടികയിൽ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ, അത് 22 എണ്ണമുണ്ട്. 9ാം പട്ടിക ഭൂപരിഷ്കരണ നിയമങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 11ാം പട്ടിക പഞ്ചായത്തുകളിലെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും. 12ാം പട്ടികയിൽ നഗരപാലിക നിയമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു. ഞാൻ ഒന്നും കൂടെ വായിക്കാം. കൂറുമാറ്റ നിരോധന നിയമം മൂലം അയോഗ്യനാക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ലോക്സഭാ അംഗം ലാൽ ദുഹോമ മിസോറാമിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു. കൂറുമാറ്റ നിരോധനം മൂലം ആദ്യ അയോഗ്യനാക്കപ്പെട്ട MLA ആർ ബാലകൃഷ്ണപിള്ള 1985 52ാം ഭേദഗതി നിയമപ്രകാരം ഉൾക്കൊള്ളിച്ചതാണ് കൂറുമാറ്റ നിരോധന നിയമം. 1950 ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 വകുപ്പും 8 പട്ടികയും 22 ഭാഗവും ഉണ്ടായിരുന്നു. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 448 വകുപ്പ്, 12 പട്ടിക, 25 ഭാഗം എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1ാം പട്ടിക ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്നു. 2ാം പട്ടികയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ, മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെപ്പറ്റിയാണ് പരാമർശം. 3ാം പട്ടികയിൽ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പരാമർശിക്കുന്നു. 4ാം പട്ടിക ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനുമുള്ള രാജ്യസഭാ സീറ്റുകളുടെ വിഭജനത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. 5ാം പട്ടിക പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളുടെ ഭരണവും നിയന്ത്രണവും. 6ാം പട്ടിക അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം സംബന്ധിച്ചുള്ളവയാണ്. 7ാം പട്ടികയിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവ ഉൾപ്പെടുന്നു. 8ാം പട്ടികയിൽ 22 ഭാഷകൾ, ഭരണഘടന അംഗീകരിച്ച് 22 ഭാഷകളാണ് 8ാം പട്ടികയിൽ. 9ാം പട്ടിക ഭൂപരിഷ്കരണ നിയമങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 11ാം പട്ടിക പഞ്ചായത്തുകളിലെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും. 12ാം പട്ടികയിൽ നഗരപാലിക നിയമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു.